തൃശൂർ മുരിയാട് വീട് നിർമ്മിച്ചു നൽകാൻ പണം പിരിച്ച ശേഷം കോൺഗ്രസ് വഞ്ചിച്ചതായി പരാതി. വീട് നിർമ്മിച്ചു നൽകാമെന്ന് നൽകാൻ ആപ്പ് ഉപയോഗിച്ച് കോൺഗ്രസ് പണം പിരിച്ചുവെന്നാണ് പരാതി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാലകൃഷ്ണന്റെ പേരിൽ 2023 പണപ്പിരിവ് നടത്തിയത്. എന്നാൽ വീടോ പണമോ ഇതുവരെയും കോൺഗ്രസ് കൈമാറിയിട്ടില്ല. മുണ്ടക്കൈ ചുരൽമല ധനസമാഹരണ രീതിയിലായിരുന്നു മുരിയാടും ആപ്പ് ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തിയത്. ബാലേട്ടന് ഒരു വീട് എന്നതായിരുന്നു പ്രഖ്യാപനം. 2.5 ലക്ഷം രൂപ വരെ ആപ്പിലൂടെ ലഭിച്ചതായി അറിവുണ്ടെന്നും നേരിട്ടും ധനസമാഹരണ കമ്മിറ്റിക്ക് പണം ലഭിച്ചിട്ടുണ്ടെന്നും കുടുംബം പറയുന്നു. 6 മാസം മുമ്പ് ബാലകൃഷ്ണൻ മരിച്ചു. ഭാര്യ ക്യാൻസർ രോഗത്തെ തുടർന്ന് കിടപ്പിലാണ്. ഇപ്പോഴും ബാലകൃഷ്ണന്റെ കുടുംബം വാടക വീട്ടിലാണ് കഴിയുന്നത്. 2023 വീട്ടിൽ വന്നിട്ട് അച്ഛന് ഒരു വീട് കൊടുക്കാം എന്ന് അവർ പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ വീട് വാഗ്ദാനം ചെയ്തതാണ്. പിന്നെ നാളിതുവരെയായിട്ടും അച്ഛനത് വീട് കൊടുക്കാൻ അവർ തയ്യാറായിട്ടുണ്ടായില്ല. കുറേ ആൾക്കാർ ജനങ്ങൾ പൈസ ഇട്ടിട്ടുണ്ട്. പിന്നെ കയ്യിലും കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടത്. ആൾക്കാർ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയും കേട്ടു. പക്ഷെ നമുക്കിതൊന്നും അറിയില്ല. ആപ്പ് മുഖേനയാണ് നമ്മളിതൊക്കെ അറിയണത്. 2,55,000 അത്ര രൂപ കാണിച്ചു തന്നു. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം DCC പ്രസിഡന്റ് ടാജറ്റ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ TM പ്രതാപൻ അവരൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും നമുക്ക് തീരുമാനിക്കാം എന്ന് അവർ പറഞ്ഞു. ഞങ്ങളാണ് അവരോട് പോയി ഇങ്ങനെ ഇത്ര കാലമായില്ലേ എന്തെങ്കിലും ചെയ്ത. അപ്പോൾ അവർ നോക്കാം ഇലക്ഷൻ കഴിയട്ടെ അങ്ങനെ നീട്ടി കൊണ്ടുപോയി. എന്നിട്ട് ഇതുവരെ ഒരു തീരുമാനമൊന്നും ആയില്ല.